എന്താ സിനിമയോട് ഇത്ര പാഷൻ? ക്ലാസ് മുറിയിലെ 50 or 60 വിദ്യാർത്ഥികളോട് സംവദിക്കുന്നത് പോലെ അല്ലല്ലോ സർ സിനിമ. നമ്മുടെ സ്വപ്നങ്ങൾ എഴുതാൻ, പ്രതിഷേധങ്ങൾ അറിയിക്കാൻ, ഫിലോസഫിയും ജീവിതത്തിലെ റിയാലിറ്റികളും പങ്കുവെക്കാൻ ഒരു 10,000 വേദികളിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നത് പോലെയല്ലേ സർ നല്ലൊരു സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ? എന്നാ നീ വൈകിക്കണ്ട, തുടങ്ങിക്കോ. മലയാളത്തിനെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മഹാപ്രതിഭാസമായിട്ടുള്ള ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നു. ആ വീഡിയോ കണ്ടില്ലേ? ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമ. അദ്ദേഹം നമ്മളോട് കൺവേ ചെയ്യാൻ നോക്കിയത് മൊത്തം അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെല്ലാം അദ്ദേഹം സിനിമയിലൂടെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്. 1976 മണിമുഴക്കത്തിലൂടെ അദ്ദേഹം സിനിമാ ജീവിതം ആരംഭിച്ചെങ്കിലും ഓടരതമ്മാവ് ആളറിയാന്ന് പറഞ്ഞ പ്രിയദർശന്റെ തമാശപ്പടത്തിലൂടെയാണ് ആദ്യം അദ്ദേഹം രചനയിലേക്ക് കടന്നു വരുന്നത്. പിന്നെ ഒരുപാട് സിനിമകൾ അദ്ദേഹം രചന നടത്തിയിട്ടുണ്ട്. 200ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അരം പ്ലസ് അരം കിന്നരം, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം, അങ്ങനെ ഒട്ടനവധി സിനിമകൾ, നാടോടിക്കാറ്റ്, നമുക്ക് എടുത്തു പറയാനാണ് ഒട്ടനവധി സിനിമകൾ. 2 തവണ അദ്ദേഹം ഡയറക്ഷന്റെ കുപ്പാണ് അണിഞ്ഞിട്ടുണ്ട്. 2 തവണ അദ്ദേഹം പ്രൊഡ്യൂസറിന്റെ കുപ്പായും അണിഞ്ഞിട്ടുണ്ട്. 2 തവണ ഡയറക്ഷന്റെ കുപ്പാണ് അണിഞ്ഞപ്പോഴും 2 തവണ നമുക്ക് കിട്ടിയത് വളരെ വലിയ 2 സിനിമകളാണ്. ചിന്താവിട്ട ശ്യാമളയും വടക്കു നോക്ക് യന്ത്രവും. മറ്റേ പ്രൊഡ്യൂസറായിട്ട് വന്നതും വളരെ നല്ല 2 ചിത്രങ്ങളായിരുന്നു. കഥ പറയുമ്പോഴും തട്ടത്തിൻ മറയത്തും. അദ്ദേഹത്തിന് ചിന്താവിഷ്ടയ ശ്യാമളയ്ക്ക് ഏറ്റവും നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമയ്ക്കുള്ള അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം ചിന്താവിഷ്ടയ ശ്യാമളയിലെ തീം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു വലിയൊരു തീമാണത്. അതായത് ഒരു മടിയനായ ഒരാൾക്ക് എങ്ങനെ മുന്നോട്ട് ജീവിതം നയിക്കാം എന്നുള്ളത്, ഭക്തിയിലൂടെ ജീവിതം നയിക്കാൻ പറ്റും എന്നുള്ളതും, അതായത് ഭക്തിയെ വിമർശിച്ചിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരാളുടെ കഥയെ വിമർശിച്ചിട്ടുണ്ട്. വിമർശനങ്ങളിലൂടെ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ, അതും എന്തു പറഞ്ഞ ഒരു കോമഡി രീതിയിൽ അവതരിപ്പിക്കാൻ ഇത്ര കഴിവുള്ളൊരു രചയിതാവ് ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ ഇല്ല. കാരണം അതുപോലെ തന്നെ വടക്കു നോക്ക് യന്ത്രം യന്ത്രത്തിന്റെ തീം ഒതല്ലോ എന്ന് പറഞ്ഞ ഭാര്യയെ സംശയിക്കുന്ന ഒരാളുടെ കഥാപാത്രം തന്നെയാണ്. ഷേക്സ്പിയറിന്റെ ഒതല്ലോനെ ആസ്പദമാക്കിയാണ് ആ സിനിമ എടുത്തിരുന്നെങ്കിലും അത് കണക്ക് ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ കളിയാട്ടം വന്നിട്ടുണ്ട്, സത്യന്റെ പടം വന്നിട്ട്, വാഴ്വ്യമായും. പക്ഷെ വടക്കു നോക്ക് യന്ത്രം കണക്ക് അതൊരു ഹാസ്യത്തിന്റെ രൂപമാണ്. അവതരിപ്പിക്കാൻ ശ്രീനിവാസനല്ല വേറെ ആർക്കും കഴിയില്ല. ജഗദീഷ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്, അതായത് ലാസ്റ്റ് സീൻ വരെ അദ്ദേഹത്തിന് എഴുതാൻ പറ്റും. കാരണം അദ്ദേഹത്തിന് ആ സിനിമയെക്കുറിച്ച് അത്ര ധാരണയുണ്ട്. അതുപോലെ തന്നെ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം വളരെ വ്യത്യസ്തമായിട്ടൊരു സിനിമയാണ്. അതായത് ഒരു അധ്യാപക രംഗത്തിന്റെ കാര്യങ്ങളെ, വിമർശനങ്ങളെ പൊളിച്ചു കാട്ടിയ, അതിൻ്റെ തെറ്റുകുറ്റങ്ങളെയൊക്കെ പൊളിച്ചു കാട്ടിയൊരു സിനിമയാണ്. വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എനിക്കത് പ്രത്യേകത. അതുപോലെ തന്നെ വരവേൽപ്പ് എന്നൊരു സിനിമയുണ്ട്. അതായത് നമ്മുടെ ട്രേഡ് യൂണിയനുകളെ കുറിച്ചും ഒരു വിദേശി നമ്മുടെ നാട്ടിൽ വന്നൊരു സംരംഭം തുടങ്ങുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ, അതായത് ആ സമയത്ത് വാജ്പേയി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹം പോലും ഈ സിനിമ പോഴ്ത്തിയിട്ടുണ്ട്. ഒരു സിനിമ പേരാണ് സന്ദേശം. അല്ലേ, സന്ദേശം എല്ലാ കാലത്തും എടുക്കാൻ പറ്റുന്ന ഒരു കഥയാണത് അല്ലേ. ആ സിനിമയുടെ ആ തീം, അതിന്റെ കോർ എന്ന് പറയുന്നത് ഒരിക്കലും അസ്തമിക്കത്തില്ല. സൂര്യന്റെ വെളിച്ചം കണക്ക് അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ശ്രീനിവാസന്റെ കഥകൾ മൊത്തം അങ്ങനെയായിരുന്നു. നമുക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ള കഥകൾ മൊത്തം നമ്മളായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥകളാണ്. അദ്ദേഹത്തിന്റെ കോമഡി, നമ്മൾ ഇപ്പോഴും പറയും ചിന്താഗതിയുള്ള സിനിമകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കോമഡി സിനിമകൾ, വളരെ നിഷ്കളങ്കമായിട്ടുള്ള കോമഡികൾ അവതരിപ്പിക്കാൻ ശ്രീനിവാസനം കഴിവുള്ളൊരു തിരക്കഥാകൃത്ത് മലയാളത്തിലുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. നാടോടിക്കാറ്റായാലും പട്ടണപ്രവേശമായാലും വളരെ മനോഹരമായിട്ടാണ്. അരം പ്ലസ് അരം കിന്നരം അല്ലെ, എന്ത് മനോഹരമായിട്ടുള്ള സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം നടനാണ്, തിരക്കഥാകൃത്താണ്, രചയിതാവാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. ഒരു മലയാളത്തിന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി.